8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം ഏത്? എന്തൊക്കെ തന്നിരിക്കുന്നു നോക്ക്. വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം നീരാവിയാകുന്നു. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നു. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നു. കട്ടിംഗ് ഓഫ് വുഡ്, വിറക് വെട്ടുന്നു. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കെമിക്കൽ ചേഞ്ച്, രാസമാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് അതായത് പടക്കം പൊട്ടുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. മിൽക്ക് കൊളോയിഡ്, പാൽ കൊളോയിഡ്, ചെളിവെള്ളം. അപ്പോൾ എന്താണ് പറഞ്ഞത്? സസ്പെൻഷൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ്. ക്ലോക്ക് ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുന്നത്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് ക്ലോക്ക് ഡ്രൈ സെൽ. ലാപ്ടോപ്പ് എന്താണ്? ലിഥിയം അയോൺ സെൽ. ഏതാണ്? ലിഥിയം അയോൺ സെൽ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ? സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഏത് വാതകമാണ്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ. ഏതാണ്? ഹൈഡ്രജൻ. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്വൻസ് ഓഫ് ബ്രാസ് ആൻഡ് സിങ്ക് ആൻഡ് ഡാഷ്. പിച്ചളയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിങ്കും പിന്നെന്താണ്? കോപ്പറും. സിങ്കും കോപ്പറും. എന്താണ്? സിങ്ക്, കോപ്പർ. ആർ സിങ്ക് ആൻഡ് ഡാഷ്. എന്താണ്? സിങ്ക്, കോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഷോസ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ ആൻ അയൺ റിങ്. ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന ക്രമീകരണത്തിന്റെ ചിത്രം നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കാനാണ്. നോക്കിക്കോ, ഇത് ടെസ്റ്റിൽ തന്നെ ഇതുപോലെ ഒരു പിക്ചർ ഉണ്ട്. നോക്കിയാണ് എന്തൊക്കെയാണ്? ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു, ഇരുമ്പ് വളയുണ്ട്, അയൺ റിങ് ഉണ്ട്, സിൽവർ റോഡ് ഉണ്ട്. പിന്നെ എന്തുവാണ് അതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ? ഏതാണ്? എ മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ഒരു മിശ്രിതമാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കാറ്റഗറി ഡസ് സച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ് ടു? ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുതലേപനം അല്ലേ? രണ്ടാമത്തെ, വിച്ച് മെറ്റൽ റോഡ് ഈസ് യൂസ്ഡ് ടു കോപ്പർ ഈസ് ടു ബി കോട്ടഡ് ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ. ഇരുമ്പ് വളയിൽ കോപ്പറാണ് പൂശുന്നതെങ്കിൽ സിൽവർ ദണ്ടിന് പകരം ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? കോപ്പർ റോഡ്. അപ്പോൾ ഇതെന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ എന്തായിരിക്കും? സിൽവർ റോഡിന് പകരം എന്തായിരിക്കും? കോപ്പർ റോഡ്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ? വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ? അപ്പോൾ ആദ്യത്തത്, സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാണ്? ഹൈഡ്രജൻ. ഏത് വാതകമാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാകുന്നത്. പിന്നെന്തോന്ന്? വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏതാണെന്ന്. ഏതാണ്? കോപ്പർ. പൊട്ടാസ്യം തന്നിട്ടുണ്ട്, കോപ്പർ തന്നിട്ടുണ്ട്, കാൽസ്യം തന്നിട്ടുണ്ട്. ഏതാണ്? കോപ്പർ. ഓക്കെ, eighth question. Complete the chemical equation of the reaction between zinc and hydrochloric acid. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ രാസവാക്യം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തോ തന്നിട്ടുണ്ട്? Zn plus 2HCl gives എന്തായിരിക്കും? 2ZnCl2 plus H2. എന്തായിരിക്കും? ZnCl2 plus H2 ആയിരിക്കും. അപ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആയിരിക്കും. അപ്പോൾ എന്താണ്? ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. വാട്ട് ഈസ് ദ റീസൺ?
അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. കാരണം എന്താണ്? അതുമായിട്ട് പാത്രമായിട്ട് റിയാക്ട് ചെയ്യും. അതൊരു ആസിഡാണ്. മോരെന്ന് പറയുന്നത് ആസിഡാണ്. ആസിഡ് പാത്രമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ബട്ടർ മിൽക്ക് അലുമിനിയം വെസൽസിൽ ഉപയോഗിക്കാത്തത്. ദ ആസിഡ് പ്രസന്റ് ഇൻ ബട്ടർ മിൽക്ക് വിൽ റിയാക്ട്സ് വിത്ത് ആസിഡ് ജനറലി റിയാക്ട്സ് വിത്ത് മെറ്റൽസ്. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തത്. 9th question. Among the following statement, which are suitable to the general characteristics of metals? ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലോഹങ്ങളുടെ പൊതു സവിശേഷതകൾക്ക് യോജിച്ചവ ഏതെല്ലാം എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദേ ഹാവ് സൊണാരിറ്റി, ലോ ഡെൻസിറ്റി. എന്തൊക്കെയാണ്? ഉയർന്ന താപചാലകത, വൈദ്യുതി കടത്തിവിടുന്നില്ല, സൊണാരിറ്റി ഉണ്ട്, താഴ്ന്ന സാന്ദ്രതയുണ്ട്. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോഹങ്ങളുടെ പൊതു സവിശേഷതകൾ ഇതിലേതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി തന്നെയല്ലോ, ഉയർന്ന താപചാലകതയുണ്ട്. പിന്നെ എന്തോന്നാണ്? ദേ ഹാവ് സൊണാരിറ്റി, അവയ്ക്ക് സൊണാരിറ്റിയും ഉണ്ട്. ഓക്കെ, അടുത്ത 10th question. മാച്ച് ദ ഫോളോയിങ് ആണ്. LED ലൈറ്റ് ഗ്ലോസ് യൂസിങ് ലെമൺ, സിങ്ക് ആൻഡ് കോപ്പർ. നാരങ്ങ, സിങ്ക്, കോപ്പർ എന്നിവ ഉപയോഗിച്ച് LED കത്തിക്കുന്നു. എന്ത് റിയാക്ഷൻ, എന്ത് രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ എന്തോന്നാണ്? സിൽവർ ബ്രോമൈഡ് ടേൺസ് ബ്ലാക്ക് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ സിൽവർ ബ്രോമൈഡ് കറുപ്പ് നിറമാകുന്നു. എന്തായിരുന്നു? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തനം. എന്താണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെ? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഫസ്റ്റിലത്തത്, രണ്ടാമത്തത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, മൂന്നാമത്തത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് എ സൊല്യൂഷൻ യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൾ. ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏത്? വിച്ച് ഈസ് ദ സെൽ യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സെൽ ഏത്? അപ്പോൾ ആദ്യം എന്തോന്നാണ്? വൈദ്യുത ലേപനം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് മെറ്റൽ ഓവർ ആൻഡ് അനദർ മെറ്റൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ മെറ്റൽ ഓവർ another metal by passing electricity. Which is the solution used to electroplate copper on the iron bangle? ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് ലായനി. അടുത്ത് വിച്ച് ഈസ് ദ സെൽ യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ഏത് സെല്ലാണ്? ലിഥിയം അയൺ സെൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ corrosion of an iron nail kept exposed to atmosphere. അന്തരീക്ഷ വായുവിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു ഇരുമ്പാണി തുരുമ്പിക്കുന്നതിന് പ്രേരകമായ ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് എയറും മോയ്സ്ചറും. ഓക്കെ, രണ്ടാമത്തത് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. വൈ? ഏതൊക്കെ? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്? സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഹൈ റിയാക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ്. സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ഹൈലി റിയാക്റ്റീവ്. അതുകൊണ്ടാണ് സോഡിയവും പൊട്ടാസ്യവും സ്റ്റോർഡ് ഇൻ കെറോസിനിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത സജസ്റ്റ് എ മെത്തേഡ് ടു പ്രിവെന്റ് ദ കൊറോഷൻ ഓഫ് അയൺ. ഇരുമ്പിന്റെ ലോകനാശനം തടയാൻ ഒരു മാർഗം നിർദ്ദേശിക്കാനാണ്. ഏതൊക്കെ പറയാം?
ബാരിയർ പ്രൊട്ടക്ഷൻ, അതായത് യൂസ് പെയിന്റ് അല്ലെങ്കിൽ ഓയിലൊക്കെ തേക്കുക. അപ്പോഴത്തേക്ക് അത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. Classify the following substances into true solution, colloid and suspension. ചുവടെ നൽകിയിരിക്കുന്ന പദാർത്ഥങ്ങളെ യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? മഡി വാട്ടർ, ഫോഗ്, മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചെളിവെള്ളം, മൂടൽ മഞ്ഞ്, പാൽ, പഞ്ചസാര ലായനി, കോപ്പർ സൾഫേറ്റ് ലായനി, ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം. ഇത്രയും തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ സൊല്യൂഷനിൽ ഏതൊക്കെ വരും? ഷുഗർ സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും വരും. ആദ്യത്തത് ഒന്നാമത്തേൽ ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സെക്കൻഡ് ഒന്ന് ഏതാണ്? കൊളോയിഡിൽ ഏതൊക്കെ വരണേ? ഫോഗ്, മിൽക്ക്. കൊളോയിഡിൽ രണ്ടാമത്തേൽ ഫോഗ്, മിൽക്ക്. സെക്കൻഡ് വൺ. അടുത്ത് സസ്പെൻഷനിൽ വരുന്ന ഏതൊക്കെയാണ്? മഡി വാട്ടർ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ഏതൊക്കെ? തേർഡ് ഓൺ മഡി വാട്ടർ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. അപ്പൊ ഏതൊക്കെ? ആദ്യത്തെ ട്രൂ സൊല്യൂഷൻ, യഥാർത്ഥ ലായനിയിൽ വരുന്ന ഏതൊക്കെയാണ്? ഷുഗർ സൊല്യൂഷനും പഞ്ചസാര ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനി. ഇത് രണ്ടും ഒന്നാമത് വരുന്നത്. രണ്ടാമത്തെ പറഞ്ഞ കൊളോയിഡിൽ പറഞ്ഞത് ഏതൊക്കെ? ഫോഗ്, മിൽക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചസാര. രണ്ടാമത്തത് മൂടൽ മഞ്ഞ്, പഞ്ചസാര. അടുത്ത തേർഡ് ഓൺ സസ്പെൻഷൻ, മഡി വാട്ടർ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചെളിവെള്ളം മൂന്നാമത്തതാണ്. ചെളിവെള്ളം, ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം. അതേതാണ്? സസ്പെൻഷനിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെയിം ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഏതൊക്കെ തന്നിട്ടുണ്ട്? ചില ലോഹങ്ങളുടെ പേര് നൽകിയിരിക്കുന്നു. ഏതൊക്കെ? ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം. സ്വർണം, സോഡിയം, കോപ്പർ, ഇരുമ്പ്, മെഗ്നീഷ്യം. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് മെറ്റൽ വിത്ത് ഹൈ മാലിബിലിറ്റി ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് അതിന്റെ ആൻസർ അറിയാം, അല്ലെ? മാലിബിലിറ്റി ഏറ്റവും കൂടിയത് ഏത് ലോഹമാണ് അത് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കുന്നത്? ഏതാണ്? ഗോൾഡ്. ഏതാണ് ഒന്നാമത്തത്? എ എന്ന് പറയുന്നത് ഗോൾഡ്, സ്വർണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ. ഈ ലോഹങ്ങളിൽ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? സോഡിയം. ബി എന്ന് പറയുന്നത് എന്താണ്? സോഡിയം. ബി, സോഡിയം. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? സോഡിയം. അടുത്ത തേർഡ് വൺ, വിച്ച് ഓഫ് ദീസ് ഈസ് എ ഹാർഡ് മെറ്റൽ ബട്ട് കൊറോസ് ഈസിലി. ഈ ലോഹങ്ങളിൽ കാഠിന്യമുള്ളതും എന്നാൽ വേഗത്തിൽ ലോകനാശനം സംഭവിക്കുന്നത് ഏതാണ്? കോപ്പർ, ഇരുമ്പ്. ഏതാണ്? ഇരുമ്പ്. തേർഡ്, ബി, സി. ഏതാണ്? ഇരുമ്പ്. അയൺ, ഇരുമ്പ്, സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the difference between saturated solution and super saturated solution? Write 2 factors that influence the solubility. പൂരിത ലായനിയും അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എഴുതുക. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും തന്നിട്ടുണ്ട്. എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് solute is called saturated solution. A supersaturated solution which contains more than maximum amount of solute that is capable of even temperature. അതെന്താണ്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മനസ്സിലായോ? സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.